ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കപ്പ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? എനിക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കപ്പ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. കൊള്ളിയും ബീഫ് എന്ന് പറയും, അല്ലെങ്കിൽ കപ്പയും എല്ലെന്ന് പറയും, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ ദിവസമായി ഇത് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഇതിലേക്ക് എല്ലും ഇറച്ചിയും കൂടിയാണ് എടുക്കാറ്. പക്ഷേ ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ല് എടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം നെയ്യൊക്കെയുള്ള 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തേക്കണം. ഒരു കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വെക്കുന്നില്ല. അങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് കഴുകിയിട്ട് ഒരുപാട് സമയം ഡ്രെയിൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇറച്ചി വേവിക്കുന്ന സമയത്ത് ഓൾറെഡി ഇതിലേക്ക് വെള്ളം വരും. ഞാൻ പച്ചമുളക് എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചതച്ച് ചേർത്തിട്ടില്ല, അരിഞ്ഞതാണ്. ഒരു 2 പച്ചമുളക് അരിഞ്ഞതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ ഒരുപാട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതുകൊണ്ട് അധികം വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എങ്കിൽ കൂടിയും നമ്മൾ ഇതൊരു കുറച്ച് സമയം ഇങ്ങനെ മൂടി ടൈറ്റാക്കി മൂടാതെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും മൂടി കൊണ്ട് അടക്കണ പോലെ ജസ്റ്റ് അത് ലോക്കാക്കാതെ ഇതുപോലെ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ ആവി വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഇതിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് നമുക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇതിലിപ്പോൾ അധികം വെള്ളം കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ബീഫ് വേകാൻ വേണ്ടിയിട്ട്. ചില ബീഫിലാണെങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും, പിന്നെ ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് വെള്ളം ചേർത്ത്, ഒരുപാട് വെള്ളം കൂടരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം ചേർത്ത് ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇരിക്കണേ. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു വിസിൽ വന്നു, ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് ഇത് നിങ്ങൾ സാധാ ബീഫ് വേവിക്കാൻ എടുക്കണ സമയം ഓരോ ബീഫിനും ഓരോ ഇതായിരിക്കും. ഞാനിപ്പോൾ ഒരു ഏകദേശം 5 വിസിൽ കൊണ്ട് എനിക്ക് വെന്ത് കിട്ടി. 5 വിസിൽ വേണ്ടി വരില്ല ചില ബീഫിന്, അതനുസരിച്ച് വേവിക്കാം കേട്ടോ. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊത്തി അരിയണതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാരണ കൂടുതൽ പേരും ഇതിലേക്ക് അങ്ങനെയായിരിക്കും എടുക്കാറ്. ഇവിടെ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഉമ്മ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. ഞാനപ്പോൾ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ എനിക്ക് അടുത്ത് കല്ലുമ്മക്കായ വെബ് സീരീസ് ഉണ്ടല്ലോ, നമ്മുടെ ബഷീറുടെയും ഫാമിലിയുടെയും. അപ്പോൾ അതിൽ സുഹാനയും അതുപോലെ തന്നെ മഷുവൊക്കെ യൂസ് ചെയ്യണ കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നി, എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല നൈസായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നല്ല ഇഷ്ടമായി. നല്ല തിന്നായിട്ട് നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാൻ പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കട്ടിംഗ് ബോർഡ് ആരെങ്കിലും യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ, വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലികൾ കഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എനിക്ക് കിഴങ്ങ്, അതായത് കപ്പ, ഞങ്ങളിവിടെ കൊള്ളി എന്ന് പറയും, അത് നന്നാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ശരിയാക്കി തരുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് കേട്ടോ പുറത്ത് എപ്പോഴും തത്ത വരും. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വരുമ്പോഴേക്കും അത് പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് എടുക്കാൻ വേണ്ടി ഞാൻ ഫോണും കൊണ്ട് പോയതുകൊണ്ട് അത് കാണാൻ പറ്റി. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നില്ല, ഇത് ഇഷ്ടമില്ലാത്തവർക്ക് കാണണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കിഴങ്ങൊക്കെ ക്ലീൻ ചെയ്ത് തരാനാണ്, നുറുക്കിയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം കപ്പയൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ടിപ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കപ്പയൊക്കെ വേവിക്കുമ്പോൾ അതിൽ വേപ്പില ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുമെന്ന്.
അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി 2 വേപ്പില പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ എപ്പോഴും സമ്മതിക്കാറുള്ളത് ചെറിയ ചെടിയായതുകൊണ്ട് കേട്ടോ. ഈ അത്യാവശ്യം വന്നപ്പോൾ വീട്ടിൽ തീർന്നിരിക്കുന്നതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് 2-3 എണ്ണം എടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി ഇതിലിട്ട് കൊടുക്കുകയാണ് തിളച്ച് വരുന്ന സമയത്ത്. ഇനി അതൊന്ന് മൂടി വെക്കണം. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ ഇപ്പോൾ ഇതൊക്കെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ, മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചു. അപ്പോൾ ഇനി ഒരുപാട് കലങ്ങി പോകണ്ട, നമുക്കതിന് ശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഇനി ഇത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കണം ബീഫിലേക്ക് ചേർത്തതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ശരിയാക്കാനുള്ള ജോലിയാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇതുപോലുള്ള സാധനങ്ങൾക്ക് വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് പച്ചമുളക് അരിഞ്ഞ് 2 എണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളകും ചതച്ച് തന്നെ ചേർക്കാം. പിന്നെ കുരുമുളകും കൂടി ഇതിൽ ചേർക്കണത് നല്ലതായിരിക്കും. ഞാനിതിൽ കുരുമുളക് ചേർക്കുന്നില്ല. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ വീട്ടിൽ എരിവ് അധികം ഇഷ്ടമല്ല. അപ്പോൾ 3 സവാളയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തേക്കണത്. അപ്പോൾ 3 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 സവാള ചേർത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള ഈ കപ്പയൊക്കെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കപ്പയിലൊക്കെ ഫുൾ നമ്മൾ ഗ്രേവി കവർ ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയാണ് 3 സവാള എടുത്തേക്കുന്നത്. അത്രയും ഗ്രേവി ഇഷ്ടമില്ലാത്തൊരു 2 സവാള എടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുവിധം റോസ് സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയും വഴന്ന് വന്നാൽ മതി. ആ ഒരു സമയത്ത് നമ്മൾ ആ സെൻറ്ററിൽ നിന്നുള്ള സവാളയ്ക്ക് നീക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ കാണാം. അതിലേക്ക് ഒരേ പൊടികളിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ വറുത്തിട്ട് പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. അതാണ് ഇങ്ങനത്തെ ഒരു കളറ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സെൻറ്ററിൽ ആദ്യം ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. മുളക് പൊടിയും കൂടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഈ ഒരു ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിയിൽ നമുക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തരുന്നത്. ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കുകയാണ്. ബീഫ് വേവിച്ച് കഴിയുമ്പോൾ ഒരല്പം വെള്ളം അതിലുണ്ടാവണം കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കപ്പ ചേർക്കണ സമയത്ത് ഇതിലൊരല്പം ഗ്രേവി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉടച്ച് ചേർക്കുമ്പോൾ എല്ലാം കൂടി ഒറ്റ ഇതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാം വേറെ വേറെ കിടക്കണ പോലെ തോന്നും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അത്യാവശ്യം നെയ്യുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്രേവിയുടെ തിക്നെസ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാത്തിലും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാത്തിലും വേറെ വേറെ ഉപ്പ് ചേർക്കണോണ്ട് ഒരുമിച്ച് ചേർക്കുമ്പോൾ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ സമയത്ത് ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിലും ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കപ്പ വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കപ്പ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ കയ്യിലാണ് ട്രൈപോഡ് കംപ്ലൈൻ്റ് ആയിട്ട് കയ്യിൽ പിടിച്ചാൽ ചെയ്തത്. അപ്പോൾ ഉടക്കണതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് അതിൻ്റെ മേലെ നമ്മൾ പുറത്തുനിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പച്ച സവാള കുറച്ച് കൊത്തി അരിഞ്ഞത് ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്താലും മതിയാവും. നല്ലൊരു പച്ച സവാള കടിക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കപ്പ ബിരിയാണി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. കഴിക്കാത്തവർ കുറവായിരിക്കും. എങ്കിലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി. അപ്പോൾ ബിഹൈൻഡ് ദ സീൻ കണ്ടിട്ട് പോകും കേട്ടോ.